ലോകത്ത് സ്വഹാബത്തു ചെന്നേ ഉരന്തൈ നബിയുടെ ചൊടുത്തു ചാട്ടവർ പാടിടുന്നേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞല്ലോ, നബിയേ നമുക്ക് രക്ഷപ്പെടാ ഒരു വഴിയെന്ന് പറയുമോ നബിയേ? നമ്മുടെ കാര്യം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് ഓരോരോ സ്വഹാബിമാരും പരസ്പരം വിളിച്ചു പറഞ്ഞപ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂലുകളെ പഠിപ്പിച്ചു കൊടുത്തു. ഇത്തഖൂ നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, എന്നാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹ്ശറയിൽ വിജയമാണ്. അതല്ലാതെ ഇനിയിപ്പോ നിങ്ങളുടെ നോമ്പുമായി നിങ്ങൾ ചെല്ലുകയാണ്, നിങ്ങളുടെ സദഖയുമായി നിങ്ങൾ ചെല്ലുകയാ, നിങ്ങളുടെ ഇബാദത്തുകളുമായി ചെല്ലുന്ന പക്ഷേ എവിടെ പോയി മോനെ നിന്റെ നോമ്പും നിന്റെ നമസ്കാരവും ഒക്കെ? നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള സുബൈദാനെ കുറിച്ച് കുറ്റം പറയുമ്പോ, ഖാദിറിനെ കുറിച്ച് കുറ്റം പറയുമ്പോ, ഒരു പക്ഷേ അവനിക്ക് ഒരു ഇബാദത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ അവൻ വന്നു നിൽക്കുമ്പോ ഇതാ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എന്റെ പച്ചയിറച്ചി തിന്നവനാണ് റബ്ബേ, അവനെ ഒന്ന് പിടിച്ചു നിർത്തല്ലാ. കാണാത്ത കാര്യം കണ്ടെന്ന് പറഞ്ഞവനാണല്ല, അവനെ ഒന്ന് പിടിച്ചു നിർത്തല്ലാ എന്നിങ്ങനെ പറയുമ്പോ നിന്റെ നോമ്പെടുത്ത് കൊടുക്കുന്നു പെങ്ങളെ, നിന്റെ സ്വതക്ക എടുത്ത് കൊടുക്കുന്നു പെങ്ങളെ, നിന്റെ ഓരോരോ അമലുകളും എടുത്തു കൊടുക്കുമ്പോ പിന്നെ ഒന്നുമില്ലാതെ ആ മഹ്ശറയിൽ നെട്ടോട്ടമോടേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ നബി തങ്ങൾ സ്വഹാബത്തിനോടും പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങളെ നാക്കിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെന്നല്ല കുല്ലു ശഹറ, എല്ലാ മാസത്തിൽ അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മരണപ്പെട്ടാലും എടാ ചെറുപ്പക്കാരാ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചിരുന്നവനാണെങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറ നിനക്ക് എളുപ്പമാണ് എന്ന് പുണ്യപൂമാൻ നബി മുഹമ്മദ് മുസ്തഫ റസൂല് പഠിപ്പിക്കും. ഒന്ന് എന്റെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒന്ന് അല്ലാഹു, ഇല്ലെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതെന്താ ഒന്നാ രണ്ടാ ആളുകൾ സ്വലാത്തിലിട്ട് അങ്ങനെ ഉറക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉറക്കെ ചൊല്ലിക്കൂടി. ഈ ഒരു സ്വലാത്തിലൂടെ അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് എനിക്ക് എത്തണം എന്നൊരു ചിന്തയോടുകൂടി ചൊല്ലിക്കൂടി. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ എല്ലില്ലാത്ത അവയവുണ്ടല്ലോ, നമുക്ക് നാളെ അള്ളാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിലേക്ക് പോകാനും അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോകുവാനും ഈ നാക്ക് കാരണമായി പറ്റും. പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരു നല്ലൊരു പരിശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനമുള്ള ചെറുപ്പക്കാര സഹോദരങ്ങള്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു രക്ഷയുമില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഖുർആനായത്തൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖുർആനാണ്. എന്താണെന്നറിയോ സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് മനസ്സിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. ഇങ്ങനെയുള്ള മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയാ, ഏതെങ്കിലും ഒരു പാപിയായ മനുഷ്യൻ ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഫതബയ്യനൂ, അത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാതെ വളരെ വ്യക്തമായി അന്വേഷിച്ചോ. നമുക്ക് പറയാൻ പോണ്ട ഒരു മനുഷ്യനെ കുറിച്ച്, നമ്മുടെ വീട്ടിന്റെ അല്ലേ പോട്ടെ, നമ്മുടെ
പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ളവർ, ആരെ കുറിച്ചും ഒന്നും പറയണ്ട, ഒരു കാര്യവും പറയാൻ പോണ്ട. നമുക്ക് നമ്മുടേതായ കാര്യം, നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് തസ്ബീഹുകൾ, ഒരുപാട് ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് കിട്ടി സഹോദര. അല്ലാതെ ഇപ്പോ നമ്മൾ ഒരാളുടെ നീ എന്റെ കാര്യം ഇങ്ങനെയൊക്കെ എടുത്ത് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞ മനുഷ്യൻ ഞാൻ അങ്ങനത്തെ കാര്യം മുണ്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനൊരു കാര്യം മിണ്ടിയിട്ടേ ഇല്ല. പക്ഷേ നീ ഇന്നത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും 2 മലക്ക് നിന്റെ വലതും ഇടതുമായിട്ട് ഇരിപ്പുണ്ട്, അപ്പ രേഖപ്പെടുത്തും. ആ സമയത്ത് എഴുതും, പിന്നങ്ങോട്ട് മാറൂല. നീ ഇവിടെ ഒരു പക്ഷേ പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിൽ ഈ 2 മലക്ക് അല്ലാഹ് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാ കിടക്കണം. എന്ത് പറയും സഹോദര? ഒന്നും പറയാണ്ടാവില്ല. അവിടെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത സാധനത്തിനെ സൂക്ഷിക്കുക. അത് കാരണമായി പുണ്യ റമളാനിൽ ഒരുപാട് ഖുർആൻ ശരീഫിനെ അങ്ങോട്ട് പാരായണം ചെയ്യുക. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് പറയാ, വലാ യഗ്തബഅലുകും ബഅലാ അയ്യുഹിബ്ബ അഹദുകും അയ്യകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഒക്കെ ഖുർആനായിട്ട് ഞാൻ ഓതുന്നേ. അതുകൊണ്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ഓതി വരുന്നതിന്റെ കാര്യം നമ്മുടെ നാക്കിനെ സൂക്ഷിച്ചു, അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വല്ലാത്ത പാപത്തിന്റെ പെടുങ്കുഴിയിലേക്ക് നമ്മൾ ചെന്നുവിട്ട് പോകും. അല്ലാഹു തആല ചോദിക്കാ, നിന്റെ സ്വന്തം സഹോദരനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അവൻ്റെതായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളെടുത്ത് പറയരുത്. ഒരു ചത്തൊരു ശവം കിടക്കുന്നു, ആ ഒരു ശവത്തിന് തിന്നാൻ ഇഷ്ടപ്പെടുമോ എന്ന് അല്ലാഹു തആല ചോദിച്ചുകൊണ്ട് മുസ്ലിമെ നമ്മളോട് പറയാ, അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ. വെറുക്ക അല്ലേ സഹോദര? ചിന്തിച്ചു, ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ശവം കിടക്കുന്നു, നമ്മൾ മൂക്കൊത്തിക്കൊണ്ടു പോകും അല്ലേ? എന്നാൽ ഇതിനേക്കാൾ കഷ്ടമാ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ, നിന്റെ സഹോദരന്റെ, നിന്റെ സഹോദരിയുടെ, നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, പോയി നമ്മുടെ കാര്യം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖുർആൻ ശരീഫാ, എടാ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും എന്തുകൊണ്ട് വിളിച്ചു പറയുമ്പോ, വാതോരാതെ പുലമ്പുമ്പോ, എടോ ഞാനും കണ്ടതാണ് കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടുത്ത് ചാടല്ല മോനെ. ഇവിടെ ഒരു പക്ഷേ നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതി നിനക്ക് രക്ഷയില്ല മോനെ. അല്ല പറയാ, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്കറിവില്ലാത്തൊരു കാര്യത്തിൽ നീ നിൽക്കല്ലേ. ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പൊന്നുമോനെ, നിന്റെ ചെവിയുണ്ടല്ലോ, ആ ചെവി കൊണ്ട് നീ കേൾക്കുന്ന കാര്യമുണ്ടല്ലോ, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമുണ്ടല്ലോ, നിന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ അവന്റെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കപ്പെടുമ്പോ, ഞാനങ്ങനെ പറഞ്ഞില്ല അല്ലാ, ഞാനങ്ങനെ കേട്ടിട്ടില്ല അല്ലാ, ആരെക്കുറിച്ചും ഒന്നും ഞാൻ പുലമ്പിയിട്ടില്ല അല്ലാ, ആരെക്കുറിച്ചും മോശമായി ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ എന്നവിടെന്ന് പറയുമ്പോ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു
أرجلهم بما كانوا يكسبون. എവിടെ രക്ഷപ്പെടാൻ പറ്റും? രക്ഷയില്ല മുസ്ലിമേ, ഒരു രക്ഷയുമില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരിക്കലും ഒരു മനുഷ്യർക്കും ഉണ്ടാകാൻ അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് സഹോദരങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫും ലോകത്തിന്റെ നേതാവിന്റെ ഹദീസുമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിൽ വെച്ചുകൊള്ളുക ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം വരുന്നല്ല അല്ലാഹ്, എല്ലാ പാവങ്ങളും ഞാൻ അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നു. റഹ്മാനെ, എന്റെ പാവങ്ങളൊക്കെ നീ മാപ്പാക്കാന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറയരുത്. വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽം. ഒരാളുണ്ടാ, നീ അറിഞ്ഞില്ലേ മറ്റേ നമ്മുടെ കൊച്ചാപ്പ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തൊന്ന് ഞാനും കണ്ട, ഓക്കെ അതല്ല എനിക്കറിയില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മാറിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സ്വർഗ്ഗത്തിൽ സുന്ദരമാക്കപ്പെട്ട ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോ ആദ്യം കാണുന്ന വെട്ടമല്ല, പ്രകാശമല്ല കാണുക, മിന്നി തിളങ്ങും സുന്ദരദീനിൽ പൂർണ്ണ പ്രകാശമാ സ്വർഗ്ഗമതിൽ അമ്പിളി തോഹ നൂറുല്ലാഹ്. മുസ്തഫ നബി അവർ ചൊല്ലിയതാദ്യം കണ്ടു മദീനത്താണ്. ചൊല്ലി സ്വഹാബ അമ്പരമായൊരു നൂറുല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നേ? സ്വഹാബത്തെ ആ വിളക്ക് ആർക്കെന്നറിയോ? ഒരു കാര്യം ഒരാൾ ചെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ ഒരു മനുഷ്യനിക്ക് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കുറയ്ക്കേണ്ട പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒന്നിലേക്കും പോകേണ്ട സഹോദരാ, നമ്മൾ ചെയ്തില്ല എന്ന് മഹ്ശറിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. എന്തെന്നറിയോ? നമ്മുടെ കൈകാലുകളെയൊക്കെ അല്ലാഹു തആല അങ്ങോട്ട് പറയിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ നാക്കിനെ, നമ്മുടെ വായ അല്ലാഹു തആല അങ്ങോട്ട് സീലി വെക്കും. പറയും, അല്ലാ ഞാൻ കേട്ടു. കൈ എഴുന്നേറ്റ് അല്ലാ ഞാൻ കേട്ടത് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. അപ്പുറത്ത് സുബൈയാത്താനെ കുറിച്ച് ഇവൾ ഇന്ന പോലെ പറഞ്ഞ് ഞാൻ കേട്ടാണ്. കൈ സംസാരിക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, ചിന്തിക്കുക, ചിന്തിച്ച് പഠിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. പുണ്യ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മാ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ മാത്രം പറയട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതെ അവൻ നല്ലതുപോലെ നിശബ്ദനായി അവൻ ഇരുന്നു കൊള്ളട്ടെ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിച്ചത്. എന്നാലോ എല്ലാം കേട്ടു, ഒരുപാട് ഖുർആൻ ആയത്ത് കേട്ടു, ഒരുപാട് ഹദീസുകൾ കേട്ടു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, എന്നിട്ടും മണ്ടയിൽ കേറാത്ത മനുഷ്യരെ, മനസ്സുള്ളവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നബി തങ്ങൾ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെയും എന്ന് വിളിച്ചുകൊണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. ലമ്മാ ഉർജബി മറത്തു ബിഖൗമിൻ ലഹും മഗ്ഫാറും മിൻ നുഹാസ് യഖ്മശൂന വുജൂഹും വസുദൂറഹും ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ قال هؤلاء الذين يأكلون لحوم الناس ويقعون في أعراضهم. ലോകത്തിന്റെ നേതാവിന്റെ വാക്കാട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാഴ്ച കണ്ടുപോയി. എന്താണ് കാഴ്ച എന്നറിയോ? ഒരു കൂട്ടം മനുഷ്യരെയാണ് കാണുന്നത്. എങ്ങനെയുള്ള ആളുകൾ എന്നറിയോ? ലഹും മഗ്ഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ കൊണ്ട് യഖ്മശൂന വുജൂഹും വസുദൂറഹും, അവരുടെ മുഖങ്ങൾ ഇങ്ങനെ മാന്തിക്കീറുകയാ. അവരുടെ മാറിടങ്ങളോ, അവരുടെ നെഞ്ചിങ്ങനെ വലിച്ചു
പിടിച്ചു പേർക്കുകയാണ്. ഫഖുൽതു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മൽ ഹൗലാഇ യാ ജിബ്രായീൽ, അല്ലയോ ജിബ്രീലേ ഇതാരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ, ഖാല ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മനുഷ്യരുടെ പച്ച ഇറച്ചി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. സ്വന്തമായിട്ട് അവരുടെ മുഖങ്ങളെ ഇങ്ങനെ വലിച്ചു കീറുക, അവരുടെ മാരടങ്ങളെ വലിച്ചു കീറുക എന്ന് നസലുൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഏഷണിയും ഗീബത്തുമായി മനുഷ്യരെ ഉമ്മമാരെ മുന്നോട്ട് പോയാൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും. അല്ലാഹു തആല നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിച്ചല്ലോ, എടാ മനുഷ്യ, നീ ഒരുപാട് കുറ്റം ചെയ്തു, അല്ലാഹുവിലേക്ക് നീ പശ്ചാത്തപിച്ചു മടങ്ങ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു, കുറ്റം പറഞ്ഞിട്ട് അല്ലാഹുവേ ഇന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു റബ്ബേ എനിക്ക് നീ പൊറുക്കണമല്ല. എവിടെ അല്ലാഹ് പുറത്തു തരൂ? അല്ലാഹ് പൊറുക്കോ? ഇല്ല. കാരണം എന്താ? ലോകത്തിന്റെ നേതാവിന്റെ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്തെന്നറിയോ? ഖാല നബിയുനാ മുഹമ്മദ് മുസ്തഫ, മനുഷ്യരെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ, ഒരാളെ കുറിച്ച് കുറ്റം പറയാ, അവന്റെ ഏഷണി ഇങ്ങനെ പറഞ്ഞു നടക്കുക, അത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് എന്ന് അവിടുത്തെ സ്വഹാബത്തിനോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഖാലു, അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ കൈഫയാ റസൂൽ, നബിയേ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റം ഇതാകുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അർറജുൽ യസ്നി ثم يتوب فيتوب الله, ഒരു മനുഷ്യനതാ വ്യഭിചരിക്കുകയാണ്. അങ്ങനെ വ്യഭിചരിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ അല്ലാഹു തആല അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയാണ്. പക്ഷേ വമ്മാ സാഹിബുൽ ഗീബ ഫലാ യുഗ്ഫറു ലഹു ഹത്താ യുഗ്ഫറ സാഹിബഹു. പ്രിയപ്പെട്ട പെണ്ണേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ കയ്യിൽ നിട്ടുകൊണ്ട് പറയുന്നതല്ല, ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ വ്യഭിചരിച്ച അല്ലാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ അല്ലാഹുവിന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. പക്ഷേ നീ ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹുവിലേക്ക് ചെന്നിട്ട് റബ്ബേ ഇന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞല്ല, വളരെയേറെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ല, വളരെയേറെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു റബ്ബേ എനിക്ക് പൊറുക്കല്ല. പൊറുക്കൂല, അല്ലാഹ് പൊറുക്കൂല. ചെറുപ്പക്കാര, എന്തുകൊണ്ടാ കാര്യം? നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വഅമ്മാ സ്വാഹിബുൽ ഗീബ ഫലാ യുഗ്ഫറ ലഹു ഹത്താ യഗ്ഫറ സ്വാഹിബഹു. ആരെ കുറിച്ചാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്? ആ മനുഷ്യനോട് ചെന്നുകൊണ്ട്, സഹോദര ഞാൻ നിന്നെ കുറിച്ച് ഇന്ന കാര്യം പറഞ്ഞു, നീ എനിക്ക് മാപ്പ് തരണം. ആ മനുഷ്യൻ അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാ ഖൈറും ബറക്കത്തും ചൊരിയും, ഞാനൊക്കെ മാപ്പാക്കി. അപ്പോ ഈ അല്ലാഹു തആല എന്ത് ചെയ്യും? ഈ മനുഷ്യനിക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയല്ല, അവൻ സ്വന്തമായി അല്ലാഹ് ഇന്ന മനുഷ്യനെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, നീ എനിക്ക് മാപ്പ് താ അല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹ് സ്വീകരിക്കില്ല. ആദ്യം ആരെ കുറിച്ചാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് ആദ്യം ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ച് ആ മനുഷ്യൻ പൊരുത്തപ്പെട്ട് തന്നാല് മാത്രമേ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ വീട്ടിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഒക്കെ ഉള്ളവരെ അറിയാതെ നമ്മൾ പലതും പറഞ്ഞു ഒരു നാണവും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ
നമ്മൾ ചെന്നിട്ട് സഹോദര സഹോദരി ഇന്ന കാര്യം ഞാൻ പറഞ്ഞു പോയി, നീ എനിക്ക് മാപ്പ് തരണം, പുണ്യമാക്കപ്പെട്ട റമളാൻ മാസമാണ് കടന്നു വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നീ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു എന്നാൽ അല്ലാഹു തആല എനിക്ക് പൊരുത്തപ്പെട്ടു തരും എന്നൊക്കെ പറഞ്ഞാൽ സഹോദര ഓക്കെ. നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല അൻഹു, ആ ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കേൾക്കാത്തവരില്ലല്ലോ. സാഹചര്യം കൊണ്ട് ഞാനെന്ന് പറയട്ടോ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ അല്ലാഹുവിന്റെ നബി തങ്ങളെ സ്വഹാബാക്കൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, എന്റെ അടുക്കൽ ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാനുണ്ടോ? സ്വഹാബത്ത് ഞെട്ടി, സ്വഹാബാക്കൾ അമ്പരന്ന് പോയി, എന്റെ അടുക്കൽ അല്ലാഹുവിന്റെ നബി തങ്ങളോട് പ്രതികാരം ചോദിക്കുകയോ? സ്വഹാബാക്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ എന്താണ് അവിടെന്ന് പറയുന്നത് നബിയേ? ഈ സമയത്ത് പ്രതികാരം ചോദിക്കാനോ പുണ്യ നബിയേ? ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉക്കാശ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങൊരിക്കൽ സഫ് ചൊവ്വായി കൊണ്ട് നിൽക്കുമ്പോ അങ്ങയുടെ കയ്യിലിരുന്ന ഒരു കുന്തം കൊണ്ട്, ഒരു വടി കൊണ്ട് അങ്ങനെ കുത്തി നബിയേ, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചോദിക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പ്രതികാരം ചോദിക്കാൻ വേണ്ടി പോയ ഉക്കാശയുടെ ചരിത്രങ്ങൾ കേട്ടവരാണ്, പഠിച്ചവരാണ് നമ്മൾ. കണ്ടോ, ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാത്ത, ഒരു ജീവികളെ പോലും നോവിക്കാത്ത സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന സമയമെടുത്തപ്പോ പ്രതികാരം ചോദിക്കുകയാ. എങ്ങനെ എന്നറിയോ? എന്നോട് ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളുക. ആരാ പഠിപ്പിക്കുന്ന? പുണ്യ നബി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആർക്കെങ്കിലും പ്രതികാരം ചോദിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചൊള്ളുക, നിങ്ങൾ ചോദിച്ചൊള്ളാൻ പറഞ്ഞു. ആരാ? പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അപ്പോൾ അതിനേക്കാളെ പിന്നെ എത്രയോ അധപ്പതനത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്നും ചോദിക്കേണ്ടവരല്ലേ സഹോദരങ്ങളെ? അല്ലാഹു തആല കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് അല്ലാഹു തആല നമുക്ക് ഏവർക്കും ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നാണവും വിചാരിക്കണ്ട. കൂട്ടുകാരാ, ഞാൻ ഇന്നത് പറഞ്ഞു പോയി, അറിയാതെ പെട്ടുപോയ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് നീ എനിക്ക് മാപ്പാക്കി തരണം. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾ വന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചാൽ വലിയ ഗമയിട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഇല്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ നരകത്തില് അവനക്കൊരു വിറകഷ്ണമുണ്ട്. ആ കഷ്ണം അവൻ്റെതായിരിക്കുന്ന നെറ്റിയിൽ ഇങ്ങനെ വന്ന് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞിരിക്കും. ഒരു ഇതുമില്ല, ഇങ്ങനെ എറിയും, അതങ്ങോട്ട് കയറും, അപ്പുറത്ത് വരും, വീണ്ടും അതേപോലെ കറങ്ങി വരും. അതുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം, പൊരുത്തപ്പെട്ട് കൊടുക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പഠിക്കണം. അല്ലാഹു തആല എന്താ പറഞ്ഞേ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഹൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തി അല്ലേ? നമ്മളൊക്കെ ഒരുപാട് വായിച്ചവരാണ്, പഠിച്ചവരാണ്, ഒരുപാട് വാദങ്ങളിൽ കേട്ടവരാ. എന്തുണ്ടായി? ഒരുപാട് ആളുകൾ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പുണ്യ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ, ഇറച്ചി തിന്നാൻ നല്ല രുചിയുണ്ട്, ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക മനുഷ്യർ. ഇങ്ങനെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഒരു കാര്യം ഇങ്ങനെ മോശമാക്കാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അല്ലാഹു തആല പറയാ, ഫില്ലദീന ആമനു, ആരാ? അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാ, മുഅ്മിനുകൾ തന്നെയാണിത്.
വേറെ ആരും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് മനസ്സിൽ അടിവരയിട്ടുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ച മുസ്ലിമുകൾ തന്നെയാണ്. അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ലഹും അദാബുൽ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. ഇവിടെ മാത്രമല്ല, ആഖിറത്തിൽ മാത്രമല്ല, ഇവിടെ വെച്ചും കിട്ടും ആഖിറത്തിൽ വെച്ചും കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ വിട്ടുപോയ ആളാണ് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. ആ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയ ആളാണല്ലോ. അങ്ങനെ ഉള്ളതായ ആ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അറിയാതെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയപ്പോ അറിയാതെ പെട്ടുപോയപ്പോ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയോ? ഫഖദ് ദഹബ ബസറഹു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല ഈ ഒരു സംഭവം അറിഞ്ഞു. ഉടൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു, അയ്യു അദാബിൻ അശദ്ദു മിൻ അഅമ. അന്ധനേക്കാൾ ഇനി എന്ത് ശിക്ഷയാ ഉള്ളത്? ഇപ്പോ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചിലർ കണ്ണിന് കാഴ്ച കൊടുക്കും, അല്ലാഹു തആല കാഴ്ചയില്ലാത്തവരുടെ കണ്ണ് അല്ലാഹു തആല കാഴ്ച കൊടുക്കുമാറാകട്ടെ. എന്ത് ശിക്ഷയാണ് അല്ലാഹു തആല കൊടുക്കുക? അവന്റെ കണ്ണിന്റെ കാഴ്ച പോയില്ലേ. ആരാണ് ഹസാൻ ഇബ്നു സാബിത്ത്? നബി തങ്ങളെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വാനോളം പാടിയ ആ ഹസാൻ ഇബ്നു സാബിത്ത് തങ്ങളാണ്. വാജ്മലു മിൻക ലം തറാ ഖത്തു ഐനി വഹസന മിൻക ലൻ തലിദിൽ നിസാഉ. ഈ പുണ്യ നബിയുടെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാണ്. എത്രയോ സുന്ദരനാണ്, കോമളനാണ്. ഈ നബി തങ്ങളെ പോലെ ഉള്ള ഒരു മനുഷ്യന് ഒരു ഉമ്മ പോലും പ്രസവിച്ചിട്ടില്ല. ഇങ്ങനെ ഉള്ള വാക്കുകളെ പാട്ടുകളായിട്ട് ഇങ്ങനെ പാടിയ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ അറിയാതെ വിട്ടുപോയപ്പോ ഫഖദ് ദഹബ ബസറഹു, അവിടത്തെ കണ്ണിന്റെ കാഴ്ചയങ്ങ് പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അറിയാതൊരു കാര്യം പറയല്ലേ. ആദ്യം ഞാൻ ഓതിയല്ലോ ഫതബയ്യനൂ, എന്തെങ്കിലും കേട്ടാൽ അതേ പ്രകാരം ശനിയാണെന്ന് പറയല്ലേ. അല്ല പറയുന്ന ഫതബയ്യനൂ, എടാ നീ എന്തും കേട്ടുകൊണ്ട് വൃത്തികേടുകൾ പുലമ്പിക്കൊണ്ട് പറയാതെ വ്യക്തമായി അന്വേഷിക്കുമോനെ. അല്ലാഹുവിന്റെ ഖുർആൻ വാക്യത്തെ എനിക്കോ നിങ്ങൾക്കോ തകർക്കാൻ പറ്റില്ലല്ലോ, അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളോട് പറഞ്ഞത് നാക്കിന്റെ വിഷയമാണ്. പുണ്യ നബി തങ്ങൾ പഠിപ്പിച്ചതും നാക്കിന്റെ വിഷയമാണ്. അതുകൊണ്ട് സഹോദരാ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധமான കലിമത്തു തൗഹീദ് മനസ്സിൽ ഉറച്ചുകൊണ്ട് നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മരിക്കണോ. നീ ഒന്ന് ചൊവ്വാക്കാ നോക്കന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ മനസ്സിനെ ഒന്ന് ചൊവ്വാക്കടാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ. ഇന്ന് പല സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോ പലരും കൂടിയിരുന്ന് കൊണ്ട് സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഫല്യുഖുൽ ഖൈറാ, അല്ലാഹുവിനെ കുറിച്ച് പറ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നബിതങ്ങളെ കുറിച്ച് പറ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ച് പറയല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാക്കിനെ സൂക്ഷിച്ച അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടി അവനിക്ക് മരിക്കാൻ കഴിയും. നാവിനെ സൂക്ഷിച്ചാൽ അവൻ മരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അവനിക്ക് മരണപ്പെടാൻ കഴിയുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അന്നല്ലദീ വലദതുക ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ
في حال موتك لاهقا مسرورا أنت الذي ولدتك أمك باكيا. പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാരെ, നമ്മുടെയൊക്കെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് കടന്നു വരിക. ഉമ്മ മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് നമ്മളെ പ്രസവിക്കുമ്പോ നമ്മൾ കരഞ്ഞുകൊണ്ടാണ് കടന്നു വരിക. അതുകൊണ്ട് വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ, നീ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം കൂടി വാരിയെടുത്തിട്ട് ഒരു കട്ടിലോ തുണിയിലോ പൊതിഞ്ഞു വെക്കുമ്പോ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ, അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. ഒരു പുതിയൊരാളാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, കാണാൻ എത്രയോ സുന്ദരനാണല്ലോ, എത്രയോ സുമുഖനാണല്ലോ. അങ്ങനെ സന്തോഷിക്കുകയാണ് എല്ലാ ആളുകളും. ഇങ്ങനെ ഉള്ളൊരു കാലഘട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇനി നമുക്കൊരു കാലഘട്ടം വരാനുണ്ടല്ലോ, ആ കാലഘട്ടത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഫജ്ഹദ് ലി നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്താ പഠിപ്പിക്കുന്നേ? കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പൊട്ടിക്കരയാ. നീ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന സമയം, ആ സമയത്ത് എല്ലാവരും കൂടി വന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കരയാറുണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാര് വന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയാറുണ്ട്, ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട് കരയാറുള്ള പെണ്ണേ. എന്നാൽ പഠിച്ചോ, ഫജ്ഹദ് ലി നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എല്ലാവരും വന്നുകൊണ്ട് തേങ്ങലടിച്ചുകൊണ്ട് കരയുമ്പോ, വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോ നീ പുഞ്ചിരിയോടുകൂടി മരിക്കണോ. അങ്ങനെ പുഞ്ചിരിയോടുകൂടി മരിക്കാനാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് എത്ര ആളുകളാ ഇന്ന് പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന ചെറുപ്പക്കാരാ. ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി മരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഒന്നാമതായിട്ട് പഠിപ്പിച്ച കാര്യം, എടാ നിന്റെ നാക്കിനെ നീ സൂക്ഷിച്ചോ. പരിശുദ്ധ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലമ അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദുൽ മുർസലീൻ. അല്ലാഹുവേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ നീ തൗഫീഖ് നൽകല്ലോ. പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അല്ലാഹ് ഹൃദയത്തിൽ കറുത്ത പുള്ളികളില്ലാതെ സുന്ദരമായ റമദാൻ മാസം കിട്ടുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെ നീ പെടുത്ത റബ്ബേ. ഈമാൻ നൽകല്ലോ, ഐശ്വര്യം നൽകല്ലോ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അൽ ഇസ്തിഗ്ഫാർ ബില്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ആദ്യം പറഞ്ഞ ആ ഒരു പശ്ചാത്താപമല്ല, ആ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ച് അദ്ദേഹം പൊരുത്തപ്പെട്ടാൽ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കും. ഇനി പറയാൻ പോകുന്നത്, നമ്മൾ അറിയാതെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരുണ്ട്. ആ കുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റു, അല്ലാഹ് ഇന്ന കുറ്റം ഞാൻ ചെയ്തു പോയി റബ്ബേ, നീ എനിക്ക് മാപ്പ് തരണം. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ നോമ്പ് എന്റെ നമസ്കാരം ഒക്കെ അല്ലാഹ് നിനക്ക് ഇഷ്ടപ്പെട്ട അമലുകളാക്കി നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ റഹ്മത്തിന്റെ മാലാകമാർ സദാസമയത്ത് നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അത് സ്വീകരിക്കും.
സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹോദര നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ പോകും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്. ഇങ്ങനെ കണ്ണുനീർ തുള്ളി ഒരു തുള്ളി കണ്ണുനീര് ഭൂമിലോകത്തേക്ക് വീഴുമ്പോ മൂസ നബിയും കരഞ്ഞതാ പറഞ്ഞുവല്ലോ, ഉടനെ അമ്പിളി സ്വീറാത്തതാ തെളിഞ്ഞുവല്ലോ, പൂമണം വീശുന്ന ത്വാഹ മുസ്തഫായോ നബിയോ, അമ്പിളി കതിർ തിങ്കളാ നബി പോനിലാവോ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളും പഠിപ്പിക്കുന്നടാ, റമളാൻ എത്തുന്നതിന് തൊട്ട് മുമ്പായി പശ്ചാത്തപിച്ചു മടങ്ങുമോനെ പുണ്യ നബിയെ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പശ്ചാത്തപിക്കുന്ന സമയത്തോ നിന്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വന്നുകൊള്ളട്ടെ. ഇന്നാ വെളിയുള്ളവരോടല്ല, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നീ പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും നീ പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചോ. ഇങ്ങനെ പരസ്പരം നിന്റെ കൂട്ടുകുടുംബാദികളോടൊക്കെ നീ പശ്ചാത്തപിച്ചുകൊണ്ട് അവരോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാ. ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചോ ചെറുപ്പക്കാരാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമുണ്ടല്ലോ, അല്ലാഹുവേ യഥാർത്ഥമായിട്ട് കിട്ടുന്നവരുടെ കൂട്ടത്തിൽപ്പെടാ എനിക്ക് നീ സൗഭാഗ്യം താ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. കണ്ണുകളിൽ കൂടി കണ്ണുനീര് വീട്ടു ചെറുപ്പക്കാരാ. ഇന്ന് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് വീഴാറുണ്ടല്ലോ, ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് വീഴാറുണ്ടല്ലോ. എന്തിനേറെ പറയുന്ന മനുഷ്യ, നമുക്കൊന്ന് കറിയാവുള്ള കണ്ണുനീരില്ലല്ലോ. അതാ കല്ല് പോലും കരഞ്ഞു പോയില്ലേ. അന്നൊരു കല്ല് കരഞ്ഞു പോയി. ആ കരഞ്ഞ കല്ലിന്റെ കണ്ണുനീരാണ് ഇന്നുള്ള മുഴുവൻ നദികളും പുഴകളും. അന്നൊരു കല്ല് കരഞ്ഞു, ആ കരഞ്ഞിട്ടുള്ള കല്ലിന്റെ കണ്ണുനീരാണ് ഇന്നുള്ള മുഴുവൻ ആറുകളും തോടുകളും. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ഒരു കല്ലിൽ നിന്ന് ഇങ്ങനെ കരയാ. അതങ്ങനെ മനസ്സിലാവും. അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അത് മനസ്സിലായി. കല്ലിരുന്ന് കൊണ്ട് കരയും. അവിടേക്ക് പോയി എന്നിട്ട് ചോദിച്ചു, അല്ല എന്തിനാ നീ കരയുന്നേ, എന്തിനാ നീ കരയുന്നേ? ആ സമയത്ത് അവിടെ നിന്ന് ഓതി കേൾപ്പിച്ചു, അല്ലയോ ഈസ നബിയേ, അൽഹമനി റബ്ബി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, അൽഹമനി റബ്ബി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഈസ നബിയേ, ഞാൻ കരയുന്ന എന്തിനാണെന്നല്ലേ അവിടെ നിന്നോട് ചോദിച്ചത് കേട്ടോ. അല്ലാഹു തആല നീ കരയിപ്പിച്ചു തന്നല്ലോ. നാളെ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിലോ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് കല്ല് കളയാൻ, മനുഷ്യരെയാണ് കല്ല് കളയുന്നത്. അങ്ങനെയുള്ള ആ ഒരു കല്ലിലെങ്ങാണം ഞാൻ പെട്ടുപോകുമോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. ഇന്നിപ്പോ മനുഷ്യരെ ചിന്തിക്കാനും ആലോചിക്കാനും കഴിവ് തന്ന മനുഷ്യരെ നമ്മളിന്നിപ്പോ എത്രയേറെ അള്ളാനെ ഓർത്തുകൊണ്ട് കരയുന്നു. നമുക്കിന്ന് കരയുള്ള സമയമില്ലല്ലോ. അതേസമയം സന്ധി സമയമായി കഴിയുമ്പോ സീരിയലിന്റെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ കള്ളക്കണ്ണുനീരുണ്ടാക്കാനും നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കിന്ന് കണ്ണുനീരുണ്ട്. പക്ഷെ അള്ളാനെ ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണുനീർ നമുക്കില്ലല്ലോ. അള്ളാനെ ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണുനീർ നമുക്ക് നൽകട്ടെ. ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിലേക്ക് വീഴുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ വന്ന് കൂട്ടിപ്പിടിക്കാം. പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലും. അള്ളാഹുവേ, ഈ ഒരു തുള്ളി കണ്ണുനീർ നിന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞൊരു പെണ്ണിന്റേതാണ്, ഒരു ചെറുപ്പക്കാരൻ്റെതാണ്, ഒരു വയസ്സായ ഒരാളിന്റെ. അള്ളാഹ് നീ ഇത് സ്വീകരിക്കുക റഹ്മാൻ. അള്ളാഹ് പറയും, ആ മനുഷ്യന്റെ പാപങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. അതുകൊണ്ട് കരയണം. നമ്മൾ ഇല്ലെങ്കിലോ കണ്ണുനീര് വന്നിട്ടില്ല എങ്കിൽ ഉണ്ടാക്കണം എന്ന് പറയാൻ എന്താ ഇനി പുള്ളി എടുത്ത് അയക്കേണ്ട കാര്യമില്ല.
നമ്മൾ നല്ലതുപോലെ അള്ളാഹെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കരച്ചിൽ വരും ഉറപ്പാ. അള്ളാഹു തല കണ്ണുനീർ ഒളിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ അതാണ് വേണ്ടത്, കണ്ണീരൊളിപ്പിയത്. അതാണ് ഈ കല്ലും കരഞ്ഞു പോയി. അവിടെ നിന്ന് പറയുകയാണ്, ഈസാ നബിയേ ഞാൻ കരഞ്ഞത് അള്ളാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയാണ്, മനുഷ്യരെയാണ്. ആ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങാനും പെട്ടുപോകുമോ എന്നോർത്തുകൊണ്ടാ ഞാൻ കരയുന്ന. എന്താ കല്ല് പറഞ്ഞെങ്കിലോ, ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു കുട്ടി ഇരുന്നു കൊണ്ട് കരയുകയാണ്. ആ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനപ്പെടുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ഉമർ തങ്ങളെ, എന്റെ കൂട്ടുകാരനെ കളിപ്പിക്കാത്തത് കൊണ്ടല്ല, എന്റെ കൂടെ ഉള്ളവർ എന്നെ കളിപ്പിക്കാത്തത് കൊണ്ടല്ല, പിന്നെ ഇന്നലെ ഞാൻ ഒരായത്ത് പഠിച്ചു തങ്ങളെ. ആയത്തേതെന്നറിയോ? നാളെ അള്ളാഹുവിന്റെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അത് കല്ലുകളെയാണ്, മനുഷ്യരെയാണെന്നുള്ള ആ ഒരായത്ത് ഞാൻ പഠിച്ചപ്പോ ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞു പോയതാ. ഉമർ തങ്ങളെ, എന്നാ പൊന്നുമോൻ പറഞ്ഞെങ്കിലോ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, 10, 20, 40, 50, 70 വയസ്സുള്ള എത്രയോ ഉപ്പമാരാ ഉമ്മമാരാണ് ഈ സദസ്സിലുള്ളത്. ഇപ്പോഴും പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കത്തി കാണുന്ന ആ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ് എന്ന് കേട്ടിട്ട് എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും മാനസാന്തരത്തിൽ എന്തെങ്കിലും ഒരു മാനസാന്തരം വന്നോ? ഇല്ലല്ലോ എന്റെ ബഹുമാനമുള്ള സഹോദരാ. അതുകൊണ്ട് പഠിച്ചോ, അല്ലാഹുവേ, ഇന്നയാളെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞ, അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു പോയാ, അല്ലാ, നിന്റെ കത്തിക്കാണുന്ന ആ നരകത്തിന്റെ ഇറവള്ളിയാകുമല്ല അല്ലാ. അതുകൊണ്ട് റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് നസറൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പുണ്യ നബിയോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പുണ്യ നബിയോട് സലാം പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, ഇന്നേ വരെ ഇതേപോലെ അവസ്ഥയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല, പിന്നെ എന്താ ഇന്ന് വല്ല പ്രത്യേകതയുമുണ്ടോ? ജിബ്രീൽ ആ സമയത്ത് കണ്ണുനീർ ലഭിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു, നബിയേ, ഇന്നിപ്പോ ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ കുറിച്ചുള്ള ആയത്തുമായിട്ടാണ് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വിട്ടിരിക്കുന്നത്. ആ നരകത്തിന്റെ ഭയാനകത ഓർത്തപ്പോ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, നിങ്ങളൊക്കെ എത്രയോ മുക്തരാണല്ലോ, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണല്ലോ, പിന്നെന്തിനാണ് കരയുന്നത് ജിബ്രീൽ? അപ്പോഴാണ് പറയുന്നത്, അല്ലാഹുവിന്റെ നബിയേ, നമ്മുടെ നേതാവായിരുന്നല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവസാന ഘട്ടത്തിൽ ഇന്നിപ്പോ എല്ലാവരും ശപിക്കുന്ന വ്യക്തിയായില്ലേ, മലക്കായില്ലേ? അതേപോലെ എന്റെ ഒരവസ്ഥ ചെന്ന് ചേരുമോ? അത് കാരണമായി ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അവിടെന്ന് പറയുമ്പോ ചുവന്ന തുളുത്താപ്പിട പോലെയുള്ള മുഖത്ത് കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാ.
കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തേയി കരയുമ്പോ അല്ലാഹു വിളിക്കുന്നു, നബിയേ ജിബ്രീലേ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീര് നിന്നത്, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണുനീര് നിന്നത്. ഇന്നിപ്പോ പാപത്തിന്റെ പടുകുടിയിലേക്ക് പോകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം തേങ്ങിക്കരയുന്ന ചെറുപ്പക്കാരാ, എത്രത്തോളം പൊട്ടിക്കരയുന്ന പെണ്ണേ, നമുക്കൊന്ന് കരയാവുള്ള കണ്ണുനീരില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിബ്രീൽ പോലും കരഞ്ഞു പോയെങ്കിൽ എന്തിനെ കുറിച്ചാണ് കരഞ്ഞെന്നറിയോ? നരകത്തെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അല്ലയോ ഉമ്മത്തികളെ, നിങ്ങളുടെ കണ്ണുകൾ കൂടി കണ്ണുനീര് വരട്ടെ. ആ കണ്ണുനീര് വീഴുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെയല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് എടുത്ത് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങും മുസ്ലിമേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു. അത് കണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കരഞ്ഞു പോയി. അല്ലേ, സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിലാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു ഒരിക്കൽ കടന്നു വരിക. കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ, ഞാൻ ഖുർആന്റെ ആയത്തുമായിട്ടാണ് വന്നത്, അതും നരകത്തിൽ. ഇത് കേട്ടപാട് അള്ളാഹിന്റെ റസൂൽ കരയാൻ തുടങ്ങി. നബിതങ്ങൾ ഇങ്ങനെ തലകുനിഞ്ഞിരുന്നു. സാധാരണ നിലയിൽ നബിതങ്ങൾക്ക് വഹ്യ് വരുമ്പോ ചില സമയത്ത് നബിതങ്ങൾ തല ഉയർത്തുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും, ചില സമയത്ത് ചെറിയൊരു വിഷമം കാണും. എന്നാൽ ഇപ്രാവശ്യം വഹ്യ് വന്നപ്പോ നബിതങ്ങൾ തല ഉയർത്തുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളിൽ കൂടി കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഇറ്റി വീടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, അവിടെ എന്തിനാണ് കരയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടെ നിന്ന് പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം. ഈ രണ്ടായത്തുകളും അങ്ങോട്ട് ഓതിയിട്ട് പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ അള്ളാഹിന്റെ കത്തി കാണുന്ന നരകത്തിനെ കൊണ്ടുവരും. നമ്മൾ കമ്പ്യൂട്ടർ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 490 കോടി മലക്കാണ് നാളെ അള്ളാഹുവിന്റെ മഹ്ശറിൽ നരകത്തെ കൊണ്ടുവരിക. 70,000 കടിഞ്ഞാണിൽ 70,000 മാലാഖമാർ ചേർന്ന് കൊണ്ടുവരും നരകത്തിനെ. അത് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാവും? 490 കോടി മലക്ക്. അത്രയും വലിപ്പമാണ് നരകം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നരകത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല, അതിന്റെ ചൂട് എനിക്ക് താങ്ങാൻ കഴിയില്ല, അതിന്റെ അയലോകത്ത് പോലും എനിക്ക് പോകാൻ കഴിയില്ല. എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നരകത്തിന്റെ ആളുകൾ വിളിച്ചു പറയും, അല്ലാ, ആ കാണുന്നതാണോ എനിക്ക് തരാൻ പോകുന്ന വീട്? അതിലേക്ക് എന്നെ വലിച്ചിഴക്കല്ലേ റബ്ബേ. എന്ത് ചൂടാണ് റഹ്മാൻ. എത്രയാ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോ ആ നരകത്തിന്റെ ചൂടടിക്കുമ്പോ എത്ര കിലോമീറ്റർ? 10,000 കിലോമീറ്റർ അകലെ. ആ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോൾ അതിന്റെ ചൂടടിക്കുക. അപ്പൊ അതിന്റെ അടുത്ത് ചെന്നാലോ? ചിന്തിച്ചു നോക്ക് സഹോദര. ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റിലേക്ക് നമ്മൾ പോകില്ല. പക്ഷേ പറയുന്നവർക്ക് എന്തും പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നാക്കിനെ സൂക്ഷിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തും നമ്മുടെ സ്വതക്കയും ഒന്നും നമുക്ക് പാഴാകാതെ നമുക്ക് തന്നെ നൽകുമാറാകട്ടെ. അതിന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നബിതങ്ങൾ പഠിപ്പിക്കുന്ന പുണ്യ റമളാനിൽ രണ്ടാമതായി ചെയ്യേണ്ടുന്ന കാര്യം ഇസ്തിഗ്ഫാറാണ്. പശ്ചാത്തപിച്ചു മടങ്ങണം. സദാസമയത്ത് അല്ലാഹ് എന്നെ കുറ്റം ഞാൻ ചെയ്തവൻ എടുത്തു പറയണം, ഓരോ കുറ്റവും. അതാണ് പുണ്യ നബിതങ്ങൾ പറഞ്ഞത്. ചെയ്ത കുറ്റം ഇന്നത് അല്ലാഹ് ഇന്നത് പോലെ ചെയ്തു, നീ എനിക്ക് മാപ്പ് തരണം റഹ്മാനെ എന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ അടിവരയിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ദുആ സ്വീകരിക്കും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു, സദാസമയത്ത് ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നു, പക്ഷേ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല. അങ്ങനെ പോയാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ചോരിന്തദാ നബി തങ്ങള് കരഞ്ഞാരേ, മനസ്സിൽ മനോദുഃഖം നിറഞ്ഞതാ പിരിഞ്ഞാരേ.
കരഞ്ഞല്ലോ നബിയോര് പറഞ്ഞാനേ മനസ്സിൽ കൃപാതങ്ങള് ചൊരിന്തതാ അറിന്താരോ കരഞ്ഞല്ലോ നബി തങ്ങൾ ഒലിച്ചല്ലോ കണ്ണുനീരാ അതാ ദുഃഖം തളം കെട്ടി ഇതാ വല്ലാതെ ഉടനെ സ്വഭാവത്തോടുരത്തതാ നബിരാജന അല്ലാഹുവിന്റെ റസൂല് കടന്നു പോകുമ്പോ അതാ ഒരു കൂട്ടം ആളുകള് ആ നരകത്തിൽ ഇങ്ങനെ കിടക്കുകയാ. എങ്ങനെയുള്ള നരകമെന്നറിയോ? അവർ രണ്ട് കരങ്ങളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷേ അവർ ഉയർത്തുന്ന സമയത്ത് അവരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വലിയ തീക്കട്ടകളാണ്. ഓ തീക്കട്ടകളെ ഇങ്ങനെ പിടിക്കുമ്പോ അവരുടെ ശരീരം വെന്തുരുകി അങ്ങ് പോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും, അല്ലാഹ് ഇതെന്ത് ശിക്ഷയാണ് റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്, വല്ലാത്ത വേദനയാണല്ലോ. ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തുന്ന സമയമല്ല, വലിയ വലിയ തീക്കട്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ ഈ കൂട്ടരാരാണ് ജിബ്രീൽ? ആ സമയത്ത് ലോകത്തിന്റെ നേതാവിനോട് ജിബ്രീൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ ദുനിയാവിന് ജീവിച്ചിരുന്നപ്പോ അവൻ പശ്ചാത്തപിക്കാൻ മടികാട്ടിയ മനുഷ്യനാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സംഭവം അവിടുത്തെ ഉമ്മത്തുകളോട് വന്നുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരു മടിയും കാണിക്കണ്ട. മടി കാണിച്ചാൽ തീക്കട്ട ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അല്ലാഹു തആല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാ അല്ലാഹു തആല ഒരുപാട് കാരുണ്യവാനാ, അല്ലാഹു തആല സ്വീകരിക്കും. സഹോദരൻ, ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി വന്നു, എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നു, അവന്റെ മനസ്സിങ്ങനെ വേദന എടുക്കുന്നു, ആ സമയം ഞാൻ അല്ലാഹ് എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നല്ലോ, ഞാൻ വല്ലാത്ത സന്തോഷവാനാണ്. ആരോട് പഠിപ്പിക്കുന്നു? ഒരു സ്വഹാബിയോട് അള്ളാഹിന്റെ റസൂൽ ഈ സംഭവം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ഇങ്ങനെ ഇറ്റി വീഴുമ്പോ അള്ളാഹുവിന് വലിയ സന്തോഷം. വീണ്ടും അവനെന്താണ് ഒരു കുറ്റം ചെയ്തു പോയി, അറിയാതെ ചെയ്തു, വീണ്ടും അള്ളാഹുവിലേക്ക് ഇന്ന് പശ്ചാത്തപിച്ചു, അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടം. ഇതിങ്ങനെ ചെയ്ത് പോയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാതിരുന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല വെറുതെ വിടില്ല. അല്ലാഹു തആല നമ്മളേവരെയും കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല സകലതും മാപ്പാക്കാനുള്ള കഴിവുള്ളവനാണ്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് ആക്കാറുണ്ട്, അല്ലെ? പക്ഷേ അള്ളാഹുവിന്റെ കോടതികൾ പറ്റില്ല. ഇവിടെ വെച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടിട്ടല്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അല്ലാഹു തആല വിളിച്ചു. മൂസാ നബി ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ട്. ആ മനുഷ്യനെ ചെന്ന് എടുത്ത് കുളിപ്പിച്ച് നല്ലതുപോലെ മറവാണ്. ബഹുമാനപ്പെട്ട മൂസാ നബിയും കൂട്ടരും ഈ മനുഷ്യനെ ലക്ഷ്യമായി കൊണ്ട് മുന്നോട്ട് പോയി. കുറെ ദൂരം സഞ്ചരിച്ചു. നോക്കുമ്പോൾ ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് കമഴ്ന്ന് കിടക്കുന്നു. കൂടെ ഉള്ളവരോട് ബഹുമാനപ്പെട്ട മൂസാ നബി പറഞ്ഞു, ആ മനുഷ്യനെ ഒന്നെടുത്ത് നല്ലതുപോലെ നോത്തി കിടത്താൻ. നോക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് അറിയാവുന്ന മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നിലോട്ട് മാറിക്കൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് ഈ കിടക്കുന്ന മനുഷ്യനിക്ക് വേണ്ടിയിട്ട് ഞാൻ പശ്ചാത്തപിക്കണോ അല്ലാഹുവേ? ഈ മനുഷ്യനിക്ക് വേണ്ടി ഞാൻ കുളിപ്പിക്കണോ അല്ല? ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ശരീരം ഞാൻ നല്ലതുപോലെ കുളിപ്പിച്ച് മറവാടി നല്ലതുപോലെ കഫം പൊതിയാൻ അല്ലാഹ് ഞാൻ വേണമോ തമ്പുരാനെ ചോദിക്കുമ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ മിണ്ടാൻ പാടില്ല, ഞാൻ പറയുന്ന കേൾക്കുക. മൂസാ അംഗീകരിച്ചു. എല്ലാം കേട്ടു. അദ്ദേഹത്തിന് എടുത്തു, കുളിപ്പിച്ചു, മറവാടി മയ്യിത്ത് നമസ്കരിച്ചു കൊണ്ട് കബറിൽ വെച്ചു. മൂസാ നബി അലൈഹിസ്സലാം രണ്ട് കരങ്ങളും ഉയർത്തി അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് ഈ മനുഷ്യൻ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ അക്രമത്തിന്റെ വഴിയിലൂടെ പോയിരുന്ന മനുഷ്യനാണല്ലാ, തിന്മയുടെ വാക്താവായിരുന്നല്ല അല്ലാ.
അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ഒരു വഖത്ത് പോലും നമസ്കരിക്കാത്ത മനുഷ്യനായിരുന്നല്ലോ അല്ലാഹുവേ. പിന്നെ എന്താ ഈ മനുഷ്യനിക്ക് വേണ്ടി കുളിപ്പിക്കാ മറമാടാ മയ്യിത്ത് നമസ്കരിക്കാൻ എന്തിനാണ് റബ്ബേ എന്നോട് പറഞ്ഞത്? എനിക്കറിഞ്ഞാ അത് വല്ലാത്ത സന്തോഷമാണ് റബ്ബേ. ആ സമയത്ത് അല്ലാഹു തആല വിളിക്കുന്നു, മൂസ നബിയേ നീ പറഞ്ഞ കാര്യം മുഴുവനും ശരിയാണ്, പക്ഷേ ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനിക്ക് വല്ലാത്ത വെള്ളം ദാഹമാണ്. ഇങ്ങനെ വെള്ളം ദാഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനതാ ബനൂ ഇസ്രായേലിന്റെ ഓരോരോ വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. എന്തിനാണ് കയറി ഇറങ്ങുന്നത് എന്നറിയോ? ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത്, മരണപ്രായത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ഒരിറ്റ് വെള്ളം കിട്ടിയ എത്രയോ സന്തോഷമാണല്ലോ. അങ്ങനെ ആ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ടോ ഈ മനുഷ്യൻ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ആരും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും മാട്ടിയിറക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ബനൂ ഇസ്രായേലിന്റെ ഈ കാണുന്ന കുപ്പത്തൊട്ടി ഉണ്ടല്ലോ, ഇതിന്റെ അരികിലേക്ക് ഈ മനുഷ്യൻ വന്നിരുന്നു. മൂസ നബിയേ വന്നിരുന്നിട്ടോ രണ്ട് കരങ്ങളും എന്നിലേക്ക് അങ്ങ് ഉയർത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓ മനുഷ്യൻ പറഞ്ഞു, ഒരുപാട് കുറ്റം ഞാൻ ചെയ്തവനാണ്, ഒരുപാട് തിന്മ ഞാൻ ചെയ്തവനാണ്, ഒരുപാട് അക്രമത്തിന്റെ പടുകുടിയിലേക്ക് ഞാൻ പോയവരാണ്. അല്ലാ ഞാൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങളല്ല അല്ലാഹുവേ നിന്നിലേക്ക് എടുത്തു വെക്കുകയാണ് റബ്ബേ. എല്ലാവരും എന്നെ കൈവെടിഞ്ഞല്ല, ഇനി നീയല്ലാതെ എനിക്കൊരില്ല അല്ലാ. നീ എന്നെ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ, നീ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല എങ്കിൽ അല്ലാ നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഞാൻ വീണു പോകുമല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ലഭിച്ചുകൊണ്ട് ഈ അടിമ എന്നോട് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോ മൂസ നബിയേ ഈ മനുഷ്യന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ച് മൂസ നബിയേ ഇന്നേവരേക്ക് അല്ലാഹ്ക്ക് വേണ്ടി ഒരു വഖത്ത് നമസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് നോറ്റിട്ടില്ല, ഒരു സദഖയും ചെയ്തിട്ടില്ല. പക്ഷേ അവസാന സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനടുക്കൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു. ഇനിയിപ്പോ ഇതും പറഞ്ഞുകൊണ്ട് ഇനി എന്താ വേണ്ട? അവസാന സമയത്ത് ഇനി പൊട്ടിക്കരഞ്ഞു അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണ്ട. ഈ മനുഷ്യൻ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു. കണ്ടോ, അല്ലാഹു തആല ഇങ്ങനെ സ്വീകരിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ വളരെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു അടിമയായി മാറണമെങ്കിൽ അത് പശ്ചാത്താപത്തിലൂടെയാണെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ആമീൻ പറഞ്ഞ ആളുകളൊക്കെ വളരെയേറെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നിബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുക ഒരു സദസ്സിൽ. നിബിതങ്ങൾ പറഞ്ഞു, പശ്ചാത്തപിച്ച് മടങ്ങുന്ന കൂട്ടരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ കുറെ സഹാബികൾ ആമീൻ പറഞ്ഞു. ചിലര് വേറെന്തോ കാര്യം ചിന്തിച്ച് അറിയാതിരുന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു, ഈ അവസരത്തിൽ ആമീൻ പറഞ്ഞവൻ ആരാണ്? അവനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 4 നല്ലതുപോലുള്ള ഫലങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല അവനെ ബഹുമാനിക്കും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഷയം പുണ്യ റമളാൻ നമ്മൾ ചെയ്യേണ്ട ഒരുപാട്, ഇനിയിപ്പോ അപ്പോഴും മാത്രമല്ല സദാസമയത്തും ചെയ്യാം, ഏത് സമയത്തും പശ്ചാത്താപമുള്ളൊരു മനസ്സാക്കി മാറ്റിയെടുക്കുക. അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ നാം അള്ളാഹുവിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ പശ്ചാത്തപിക്കുവിൻ. അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അള്ളാഹു തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെയും മുഖ്ലിസീങ്ങളുടെയും കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അസ്സദഖത്തുൻ ജാരിയ. ഈ മാസത്തിൽ അല്ലാഹുവിന്റെ അടിമ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സ്വതക്കയാണ്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആലയാണ് നമുക്ക് സ്വത്ത് നൽകുന്നത്. ആ സ്വത്ത് എടുക്കാൻ കഴിവുള്ളവനും അല്ലാഹു തആല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നിപ്പോ സദഖന്റെ കാര്യം പറയുമ്പോ ഇന്ന് ചിന്തിക്കാതിരിക്കുന്നവരാണല്ലോ നമ്മള്. അല്ലാഹുവിന്റെ റസൂല് പുന്നാര പൂമാ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചല്ലോ, റമളാൻ മാസം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹദിയ നീ ചെയ്യണമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇപ്പോ മൂന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അസ്സദഖത്തുൻ ജാരിയ. അത് ജാരിയായ സദഖയാണ്. ഈ സദഖയുടെ കൂട്ടത്തിൽ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് സഹാബാക്കളുടെ ചരിത്രം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് സഹാബാക്കളുടെ ഭാര്യമാരുടെ ചരിത്രം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എല്ലാം പറയാനുള്ള സമയമില്ലല്ലോ പെണ്ണേ. ഹബീബായ നബി തങ്ങൾ ദീനിന് വേണ്ടിയിട്ട് അതാ ഒരു വെള്ളത്തുണി ഇങ്ങനെ കൊടുത്തു വിടുകയാണ് സ്വഹാബത്തിന്റെ കയ്യിൽ. ആ വെള്ളത്തുണി ഇങ്ങനെ കൊടുത്തു വിട്ടുകൊണ്ട് പറയുന്നു, സ്വഹാബാ ദീനിന് വേണ്ടിയിട്ട് ആരൊക്കെ എന്ത് തന്നാലും മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞു വിടുമ്പോ അതാ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കിറാമ ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലുന്ന സമയത്തോ എന്റേതായിട്ടുള്ള കാതുകളിൽ കിടക്കുന്ന കമ്മലെല്ലാം വലിച്ചു പറിക്കുന്ന പെണ്ണുങ്ങള് അവസാനം ഞാൻ ചുരുക്കി പറയട്ടെ, പുണ്യ നബിയുടെ സദസ്സിലേക്ക് ആ വെള്ളത്തുണി കൊണ്ടുപോകുമ്പോ ചോര ഇങ്ങനെ കിടക്കുകയാണ്. ചോര ഇറ്റി വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത്, നബിയേ, നമ്മുടെ കമ്മലായാലും ഏതാഭരണങ്ങളായാലും നമ്മൾ വളരെ സാവധാനം ഊരിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കാളും ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹിനെ പിടിച്ചാ പക്ഷേ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയാതിരുന്നു പോയാ അത് വല്ലാത്ത വിഷമമാണല്ലോ നബിയേ, വല്ലാത്ത ദുഃഖമാണല്ലോ നബിയേ, വല്ലാത്ത വേവലാതിയാണല്ലോ നബിയേ. അതുകൊണ്ടാണ് നബിയെ നമ്മളൊന്നും ചിന്തിക്കാതെ നമ്മുടെ കാതുകളിൽ കിടന്നിരുന്ന കമ്മൽ നമ്മളെ വലിച്ചു പറിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് 12 കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാം. അതിൽപ്പെട്ട് 12ാമത്തെ കാര്യമേതെന്നറിയോ? വളരെയേറെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അത് ഞാനൊന്ന് ചുരുക്കി പറയട്ടോ സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെപ്പെട്ട ഒരു മനുഷ്യൻ രോഗിയായിട്ട് കഴിയുകയാണ്. ആ രോഗിയായി കഴിയുന്ന മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിലോ ഒരു നല്ലൊരു വാക്ക് കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിലോ നിന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ നീ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിനക്ക് സ്വർഗത്തിലേക്ക് മാടി പോകാ, പാറി പറന്ന് പോകാ. അല്ലാഹു തആല സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ നിന്നിലേക്ക് ഇട്ടുതരുമെന്ന് പുണ്യ നബിയേ മുഹമ്മദ് മുസ്തഫ.